നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് ഒരു റീബൗണ്ട് നടത്തി. സെൻസെക്സിൽ തന്നെ 939 പോയിന്റിന്റെ ഒരു മൂവ്മെന്റ് നടത്തി. നിഫ്റ്റിയും 23,400 മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ഇൻഡെക്സ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകൾ HDFC, ICICI ബാങ്ക് തുടങ്ങിയ മുൻനിര കമ്പനീസാണ് നിഫ്റ്റിയുടെ ഒരു റാലിക്ക് ചുക്കം പിടിച്ചത്. അതിനുശേഷം US യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവിൽ തന്നെ ക്ലോസ് ചെയ്തു. ഇന്ത്യ വിക്സ് ഇന്നലെ ക്രാഷ് ചെയ്തു. മാർക്കറ്റിൽ ഉള്ള ഭീതിനെ നമ്മൾ മെഷർ ചെയ്യുന്നതാണ് ഇന്ത്യ വിക്സ്. അതുപോലെ തന്നെ US വിക്സും ക്രാഷ് ചെയ്തു. US വിക്സ് ഏകദേശം ഒരു 15% ഒരു ക്രാഷ് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ബ്രന്റ് ഓയിലിലെ വിലയിൽ യാതൊരു മാറ്റങ്ങളോ കുറവുകളൊന്നും തന്നെ ഇല്ല. പെർ ബാരലിന് $100 മുകളിൽ തന്നെയാണ് ബ്രന്റ് ഓയിൽ ട്രേഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ മാർക്കറ്റ് ഇപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഡോ ഫ്യൂച്ചർ, അതായത് US ഫ്യൂച്ചർ നെഗറ്റീവിലാണ് ട്രേഡിങ് തുടരുന്നത്. ഇന്നലെ നമ്മൾ കണ്ടത് ഒരു ട്രെൻഡ് റിവേഴ്സൽ അല്ല, അതായത് യുദ്ധം മാറി ക്രൂഡ് പ്രൈസ് കുറഞ്ഞു എന്നുള്ള രീതിയിൽ ഉള്ള വാർത്തയുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ഇന്നലെ DAs FIs സെല്ല് ചെയ്തതിൻ്റെ ഓൾമോസ്റ്റ് ഡബിള് DAs ഇന്നലെ നമ്മുടെ മാർക്കറ്റിൽ ബയേഴ്സ് ആയിരുന്നു. അപ്പോൾ അതും നമുക്ക് മാർക്കറ്റിൻ്റെ ഒരു റാലിക്ക് ഒരു കാരണമായിട്ടുണ്ട്. നമുക്ക് ആദ്യം FIs DAസിൻ്റെ ആക്ടിവിറ്റീസ് ദിവസം നോക്കാം. ഇതാണ് FIs DAs ആക്ടിവിറ്റീസ്. ഇന്നലെ FIs 9,365 കോടി രൂപയ്ക്ക് സെല്ല് നടത്തിയപ്പോൾ DAs 12,593 രൂപയുടെ ബൈങ് നടത്തി. അതിന് മുമ്പുള്ള സമയങ്ങൾ നോക്കുകയാണെങ്കിൽ FIs എത്രയാണോ സെല്ല് ചെയ്തത് അതിന് സമാനമായ അവസ്ഥയിലാണ് DAs ബൈ ചെയ്തിട്ടുള്ളൂ. എനിവേ ഓൾ ടുഗദർ FIs ഇന്ത്യൻ മാർക്കറ്റിൽ 62,248 കോടി രൂപയുടെ സെല്ല് നടത്തിയിട്ടുണ്ട്. FIs നടത്തുന്ന സീവിയർ സെല്ല് നടന്നിട്ടുള്ളൊരു മാസമായിട്ട് നമുക്ക് ഈ ഒരു മാർച്ച് മാസം കണക്കാക്കാം. 17 ദിവസമാണ് ആയിട്ടുള്ളൂ. പ്രവൃത്തി ദിവസമാണെങ്കിൽ അതിൽ കുറവാണ്. ആ ഒരു ദിവസങ്ങൾക്കുള്ളിൽ 62,000 കോടി രൂപയുടെ സെല്ലാണ് FIs ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയിട്ടുള്ളത്. അവർ അതീവ ബീറിഷ് തന്നെയാണ് മാർക്കറ്റിൽ. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് കാണുമ്പോൾ ഏറ്റവും ടോപ്പിൽ ഗോൾഡിൻ്റെ റേറ്റ് 5,000, സിൽവർ 80, ബിറ്റ് കോയിൻ 75,000, ബ്രന്റ് ഓയിൽ 102, നാച്ചുറൽ ഗ്യാസ് കാണാം 3.03, നിഫ്റ്റി 61 പോയിൻറ്റ് മൈനസാണ്. എന്നാലും ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്ന് പ്ലസ് ആയിരിക്കാം. നമുക്ക് ഇന്നലത്തെ ക്ലോസ് 23,390 അതിൽ നിന്ന് ഗ്യാപ്പ് അപ്പ് തന്നെയാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നത്. പക്ഷേ ഇന്നത്തെ ഓപ്പണിങ്ങിൽ നിന്ന് ഈ നിഫ്റ്റിയിലെ പോയിന്റ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഡോ ഫ്യൂച്ചർ 100 പോയിൻറ്റ് മൈനസാണ്. ഏഷ്യൻ സൈഡിൽ നിന്നെല്ലാം തന്നെ ഓസ്ട്രേലിയ, കോസ്പി, കൊറിയ, നിക്കി, ജപ്പാൻ പോസിറ്റീവാണ്. ഡാക്സ്, CSE 40, FTSE ഇന്നലെ ക്ലോസായ യൂറോപ്യൻ മാർക്കറ്റ് പ്ലസ്സിലായിരുന്നു. ഡോ, നാസ്ഡാക്ക് പ്ലസ്സിലായിരുന്നു. US വിക്സ് 15% ക്രാഷ് ചെയ്ത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം US മാർക്കറ്റും യൂറോപ്യൻ മാർക്കറ്റും പ്ലസ് ആയിരുന്നു. US വിക്സ് ക്രാഷായി. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചർ നെഗറ്റീവാണ്. നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് ഗ്യാപ്പ് അപ്പ് തന്നെയാണ്. പക്ഷേ നമുക്ക് ഗ്യാപ്പ് അപ്പിൽ നിന്ന് നിഫ്റ്റിയുടെ ഒരു 60 പോയിൻറ്റ് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് നമുക്ക് പോകാം. റിലയൻസായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ് ഉള്ളത്, റിലയൻസിന് അമോണിയ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 15 വർഷത്തെ ദീർഘകാല കരാറ്, 3 ബില്യൻ്റെ കരാറ് റിലയൻസ് സൈൻ ചെയ്തു. സാംസങ് ആയിട്ടാണ് സൈൻ ചെയ്തിട്ടുള്ളത്. ടാറ്റ മോട്ടോഴ്സ് ഇവരുടെ വാഹനങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നുള്ള ന്യൂസ്. സൺഫാർമ അവരുടെ പുതിയ മെഡിസിന് US ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. GMDC ഗുജറാത്ത് മിനറൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കമ്പനി അവർ NMDC ആയിട്ട് ഒരു പുതിയ ഒരു കൊളാബറേഷൻ സൈൻ ചെയ്തു. RVNL കമ്പനിക്ക് 95 കോടി രൂപയുടെ ഓർഡർ കിട്ടി. സാഗർ സിമൻറ്റ് ഇവർ OFS പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിലവിലുള്ള സ്റ്റോക്കുകൾ ഓഫർ ഫോർ സെയിൽ വഴി മാർക്കറ്റിലൂടെ വിറ്റ് മാറും. അപ്പോൾ അങ്ങനെ വിൽക്കുമ്പോൾ ഉള്ള പ്രശ്നം, നിലവിൽ സ്റ്റോക്കിനൊരു വിലയുണ്ടല്ലോ, ആ വിലയിൽ താഴ്ത്തിയാണ് OFS ഉള്ളതെങ്കിൽ OFS വിലയിലേക്ക് സ്റ്റോക്കിൻ്റെ LTP മാറാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ സാഗർ സിമൻറ്റിൻ്റെ ഈ ഫ്ലോർ പ്രൈസ് 52 രൂപയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സാഗർ സിമൻറ്റിൻ്റെ LTP ചെക്ക് ചെയ്യാം.
അപ്പോൾ LTP ചെക്ക് ചെയ്യുമ്പോൾ ഈ ഫ്ലോർ പ്രൈസിൻ്റെ മുകളിലാണ് LTP എങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. പവർമെക്ക് കമ്പനി 709 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. RVNL കമ്പനി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ, 42 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ഒബ്റോയ് റിയാലിറ്റി കമ്പനി ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ്. ഇവർ അന്തേരിയിൽ ഒരു പുതിയ പ്രൊജക്റ്റ് സൈൻ ചെയ്തു എന്നുള്ളതാണ് ന്യൂസ്. ഇനി നമുക്ക് നേരെ ഓപ്ഷൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം. ആദ്യം നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഓപ്പൺ ഇൻട്രസ്റ്റിൽ 23,450 നിഫ്റ്റിയുടെ സ്പോട്ട് നിൽക്കുന്നത്. ഗ്രീൻ കളർ കാണുന്നത് കോള് റൈറ്റ് ചെയ്തതാണ്, റെഡ് കളർ കാണുന്നത് പുട്ട് റൈറ്റ് ചെയ്തതാണ്. അപ്പോൾ പുട്ട് റൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത് മാർക്കറ്റിൽ ബുള്ളിഷിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇന്നലെ ഒന്നും പുട്ട് റൈറ്റേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ 22,950 എന്ന റേഞ്ചുകളിലാണ് മേജർ സപ്പോർട്ടായിട്ടൊക്കെ നിൽക്കുന്നത്. 23,450 നിഫ്റ്റിയുടെ സ്പോട്ട് ഉള്ളത്. അപ്പോൾ 22,950 നിഫ്റ്റി ഒരു കുറച്ച് ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുന്നുണ്ട്. കൂടാതെ 22,450 അടുത്ത മേജറായിട്ടുള്ളൊരു സപ്പോർട്ടുള്ളത്. റെസിസ്റ്റൻസ് സോൺ നോക്കുകയാണെങ്കിൽ 24,000 മേജർ റെസിസ്റ്റൻസ് സോണായിട്ട് നിൽക്കുന്നത്. 23,450 നിഫ്റ്റി സ്പോട്ട്, 24,000 മേജർ റെസിസ്റ്റൻസ് സോണായിട്ട് നിലകൊള്ളുന്നുണ്ട്. ഇതാണ് നമ്മളുടെ മാക്സ് പെയിൻ. എക്സ്പെക്റ്റഡ് എക്സ്പയറിയാണ്, നിർബന്ധമൊന്നുമില്ല ഇവിടെ തന്നെ എക്സ്പയർ ആവണമെന്ന്. ഇപ്പം നിഫ്റ്റി നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് തന്നെയാണ് നിഫ്റ്റിയുടെ എക്സ്പയറി കാണിക്കുന്നത്. 23,400 ആ റേഞ്ചുകളിൽ. PCR കാണുമ്പോൾ 1.01 ആണ്. അപ്പോൾ ഇന്നലെ ഉണ്ടായിരുന്നത് 0.4 ആയിരുന്നു PCR. ഇപ്പോൾ 1ന് മുകളിലായിട്ടുണ്ട് PCR. അതീവ ബീറിഷായ ഒരു അവസ്ഥയിൽ നിന്ന് മാർക്കറ്റ് തിരിച്ചൊന്ന് കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ LPGയുടെ ഒക്കെ കാര്യം എടുക്കുമ്പോൾ നമുക്കൊരു കേരളത്തിന് ഏകദേശം 2 ലക്ഷം LPG സിലിണ്ടർ ആവശ്യമുണ്ട്. ഇന്ത്യയിൽ ഒരു ദിവസം ഏകദേശം 50 ലക്ഷം സിലിണ്ടർ ആവശ്യമുണ്ട് പ്രതിദിനമാണ് പറയുന്നത്. അപ്പോൾ അതിനർത്ഥം ഓരോ ദിവസം 2 ഷിപ്പിൻ്റെയൊക്കെ റിക്വയർമെൻറ്റ് നമുക്കുണ്ട്. എന്നാൽ മാത്രമാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മളുടെ ഫുഡിൻ്റെ പ്രൊഡക്ഷനെല്ലാം തന്നെ മുന്നോട്ട് പോകുകയുള്ളൂ. ഇൻഡസ്ട്രിയൽ റിക്വയർമെൻറ്റ് ഫർദറായിട്ട് വേറെ ഉണ്ട്. ഇപ്പോൾ ITC, ബ്രിട്ടാനിയ അങ്ങനെയുള്ള FMCG കമ്പനീസിനെല്ലാം തന്നെ പ്രതിദിനം വലിയ തോതിൽ ഇവരുടെ LPGയുടെ റിക്വയർമെൻ്റ് ഉണ്ട്. അപ്പോൾ വീടുകളിലും ഇപ്പോൾ LPGയുടെ ക്ഷാമമൊക്കെ വരുന്നു തുടങ്ങുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പേപ്പറിൽ കണ്ടു, കരിഞ്ചന്തയിലെല്ലാം തന്നെ LPGയുടെ പ്രൈസ് അപ് ടു 4,000 വരെയൊക്കെ പോയി. അപ്പോൾ ഗാർഹിക ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ 1,000 വരെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ആണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ നമ്മുടെ ഫുഡ് പ്രൈസ് കൂടും, ഇൻഫ്ലേഷൻ കൂടും. അപ്പോൾ അതാണ് നമ്മൾ ഒരു പ്രശ്നമായിട്ടുള്ള ഒരു കാര്യമുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ ഓവർകം ചെയ്ത് നമുക്ക് ക്രൂഡ് പ്രൈസ് താഴെ വരണം, എന്നാലാണ് മാർക്കറ്റ് ഒന്ന് സ്റ്റേബിൾ ആവുള്ളൂ. അങ്ങനെ വരുമെന്ന് തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. വൈകിട്ട് കാണാം. താങ്ക് യു ഓൾ.